ഇന്ന് നമ്മൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് ചെയ്യുന്നത്. തീരെ സമയമില്ലാത്തപ്പോഴൊക്കെ പെട്ടെന്നൊരു സ്നാക്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രെഡ് സ്നാക്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടൊരു 6 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇത് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. സൈഡ് ഭാഗം കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ബ്രെഡിൻ്റെ പീസ് മൊത്തത്തിൽ ഇതുപോലെ വെള്ളത്തിലൊന്ന് നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക. അടുത്തത് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാമൊക്കെ തന്നെ മതിയാവും കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ശരിക്കും ചിക്കൻ ഇട്ടിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ടു എന്നേ ഉള്ളൂ. ചിക്കൻ ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും സൂപ്പർ തന്നെയാണ്. പിന്നെ ഇതിലേക്ക് മീഡിയം സൈസിൽ വരുന്ന ഒരു സവാള കൊത്തിയരിഞ്ഞിട്ട് കൊടുക്കുക. സവാള ഒന്നും ഒരുപാട് കൂടി പോകണ്ട. ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചെടുത്തത്, 3-4 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് എരിവ് അനുസരിച്ചിട്ട്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് മുറിച്ചതുകൂടി ഇട്ട് കൊടുക്കുക. മല്ലിയില കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു ഇത്തിരി കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പാകത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ചൊരു മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു 2-3 ടേബിൾ സ്പൂൺ മതിയാകും. ഒരു ചെറിയൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്കിങ്ങനെ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ചെറിയൊരു മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ കൂട്ടാം, നല്ല ക്രിസ്പിക്ക് വേണ്ടിയിട്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ആ ഒരു ബ്രെഡും ഉള്ളിയും ഈ ഒരു കൂട്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കിട്ടണം കേട്ടോ. അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ആക്കിയെടുക്കുക. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ലൂസായി പോകരുത് കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ കോരിയിടാൻ പാകത്തിന്, ജസ്റ്റ് എടുത്തിടാൻ പാകത്തിന് മതി. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വേറെ സ്നാക്സിന് വേണ്ടി ഉണ്ടാക്കിയ 3-4 പീസ് ചിക്കൻ ബാക്കി വന്നപ്പോൾ ഇതിലൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇടയ്ക്കൊരു ഇത്തിരി കടിക്കാൻ കിട്ടും, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് കുറച്ച് എടുത്തിടുക. എന്നിട്ട് സാധാ പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള സ്നാക്സാണ്, പക്ഷേ എന്തോ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ. കൂടുതൽ ആളുകൾക്ക് അറിയുന്നതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ 2 ഭാഗവും അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ സ്ട്രെയിനറിലേക്കോ ആയിട്ടോ എടുത്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലത്തെ ഒരു 3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്യാനുള്ളത് ഉണ്ടാവും കേട്ടോ. 6 പീസ് ബ്രെഡ് വെച്ച് ഉണ്ടാക്കിയാൽ തന്നെ അത്യാവശ്യം ഒരു 3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്യാനുള്ളത് ഉണ്ടാവും. അപ്പോൾ ഇത്രയുള്ള പരിപാടി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. തീരെ സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പി തന്നെയാണ്. അപ്പോൾ ചെയ്തു നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി എന്തായാലും നല്ലൊരു റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്